ഹല്ലേലൂയ. കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന ദാസ്യവും വിഷമവും കഷ്ടപ്പാടും നിന്നയും ആ പരിത്യക്ത അനുഭവിച്ച സാഹചര്യങ്ങളെല്ലാം നീക്കും. ആര് നീക്കും? മനുഷ്യ. അങ്ങനെ നീക്കിയാണ് നിന്നെ ദൈവം ഉയർത്തുന്നത്. ഒരു വാക്യം വായിച്ചോട്ടെ. 1 സാമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. 1 സാമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു. എവിടെ നിന്ന് ഉയർത്തും? ധൂളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൊടിയിൽ നിന്ന്, ചാരത്തിൽ നിന്ന്. ആരെ ഉയർത്തും? ദരിദ്രനെ. എല്ലാം തികഞ്ഞ് ഞാൻ വലിയ പുള്ളിയാന്ന് പറയുന്നവനെ അല്ല, ദരിദ്രനെ, എളിമയോടെ പ്രാർത്ഥിക്കുന്നവനെ ധൂളിയിൽ നിന്ന്, പൊടിയിൽ നിന്ന്, നിലത്തൂന്ന് ഉയർത്തൂന്ന്. അടുത്ത വാക്ക്, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അഗതി എന്ന് പറഞ്ഞ വാക്കെന്താ? ആരും ഇല്ലാത്തവൾ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവൾ. എവിടെയാ കിടക്കുന്നത്? അഗതിയെ കുപ്പയിൽ നിന്ന്. കുപ്പ അതെവിടെയാ സ്ഥലം? എൻ്റെ വീടിൻ്റെ അടുക്കളയിൽ ഇരിക്കുന്ന വേസ്റ്റ് ഇടുന്ന പാത്രമില്ലേ, അതാണ് കുപ്പപാത്രം. അതൊന്നിനും എല്ലാം വേണ്ടാത്ത മീനിൻ്റെ തലയും ചീഞ്ഞ തക്കാളി, കാബേജ്, മുട്ടയുടെ തോട്, ഉള്ളിയുടെ വേസ്റ്റ് എല്ലാം ഇടുന്ന സ്ഥലമാണ് കുപ്പ. ആരെങ്കിലും അതിലെ നടന്നു പോകുമ്പോൾ പറയും, അതൊക്കെ ചീഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്, ഒരു ചെരുപ്പിട്ട് പോകാൻ പാടില്ലെന്ന് ചോദിക്കും. ഇനി അഥവാ നമ്മൾ പോയാലും എന്തോ ഒരു ദുർഗന്ധമാ, മൂക്കും പൊത്തി ഓടും. അഗതിയെ ദൈവം ചീഞ്ഞ കുപ്പേന്ന് എന്താ സമുദ്ധരിക്കും. എവിടെ നിന്നാ? കുപ്പയിൽ നിന്ന്, ചീഞ്ഞ സ്ഥലത്തുനിന്ന്, ഒന്നിനും ആർക്കും വേണ്ടാത്ത സ്ഥലത്തുനിന്ന് ദൈവം നിന്നെ ഉയർത്തുന്ന, സമുദ്ധരിക്കൂന്ന്. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം വായിച്ച് ഇന്നലെ ഇവിടെ വന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഞാനിത് വായിച്ചപ്പോൾ തോന്നി, ആ കുപ്പയിലായിരുന്നു എൻ്റെ ജീവിതവുമെന്ന്. കുപ്പയിൽ നിന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ വീടിരിക്കുന്ന സ്ഥലം എനിക്കറിയാം, എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി എനിക്കറിയാം, താമസിച്ച വീട് എനിക്കറിയാം, അതിൽ കടന്നുപോയ അനുഭവം അറിയാം. അത് ഈ വചനത്തിൽ പറഞ്ഞ കുപ്പ തന്നെയാണ്, ചീഞ്ഞതാണ്. കണ്ണാടിച്ചില്ല് പോയി നിലത്ത് വീണ് പൊട്ടിയതുപോലെ പൊട്ടിയ ആളാണ് ഞാൻ. തകർന്നവനാണ്, ഉപേക്ഷിക്കപ്പെട്ടവനാണ്. പലരും നിന്ദിച്ചിട്ടുണ്ട്, പലരും വീടിൻ്റെ വാതിലടച്ച് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് പലരും വാഹനത്തിൽ പോലും കയറ്റില്ലായിരുന്നു. ആഘോഷങ്ങളിൽ തഴയപ്പെട്ടിട്ടുണ്ട്. ബൈബിൾ വാക്യം സത്യമാണെന്ന് പറയാൻ പോവുകയാണ്. കുപ്പയിൽ കിടന്ന ഞാൻ ഇന്ന് നിൽക്കുന്നത് റെഡ് കാർപ്പറ്റിന്റെ മുകളിലാണ്. രാജാക്കന്മാരാണ് ഇതുപോലുള്ള സ്ഥലത്തൊക്കെ നിൽക്കുന്ന. രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ഇങ്ങനെ റെഡ് കാർപ്പറ്റ് ഉണ്ട്. രാജാവും അതുപോലെ ഒപ്പമുള്ളവരെ നടക്കത്തുള്ളൂ അതിലെ. എന്നെ ഈ റെഡ് കാർപ്പറ്റിൽ നിർത്തിയത് വന്ന വഴി ചീഞ്ഞു കിടക്കുന്ന കുപ്പയെന്നാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ വചനം നിങ്ങളുടെ ചങ്കിനകത്ത്, മനസ്സിനകത്ത് എഴുതി വെക്കണം. എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന 10 പേരേലും കാണും. എന്നെപ്പോലെ വന്ന വഴി കൂടെ പോയവരെ ചില അമ്മമാരെൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ അനുഭവം പോലെ അതേ അനുഭവത്തിലാണ് ഞാൻ ഉള്ളതെന്ന്. അതിൻ്റെ അർത്ഥം പൊട്ടിപ്പോയവരാണെന്നാണ്, തകർന്നു പോയവരാണെന്നാണ്. കുപ്പത്തൊട്ടിയിലാ കിടക്കുന്നതെന്ന് ആർക്കും വേണ്ട. പക്ഷേ അഗതിയായാലും കുപ്പത്തൊട്ടിയിലാ കിടക്കുന്നതിൽ ഓർത്തോണം, ഒരു ദൈവം നിന്നെ എങ്ങനെ എവിടെ കിടന്ന് നിന്നെ സമുദ്ധരിച്ചു കൊണ്ടുവരും, ഉയർത്തിക്കൊണ്ടുവരും. അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കും. നമ്മളത് വിശ്വസിച്ചോ? ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ ഒരു പാട്ടായിട്ട് പാടേണ്ടി വരും. ഒരു 4 ലൈൻ പാട്ടുണ്ട്. എനിക്ക് ദൈവത്തോട് പാടാൻ ഒരു പാട്ടുണ്ടെന്നും പറഞ്ഞൊരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. ദൈവമേ, ഞാൻ ഇങ്ങനെ താഴെയായിരുന്നു, പക്ഷെ എനിക്കിന്ന് ദൈവത്തോട് പറയാൻ ഒരു പാട്ടുണ്ട്. എനിക്കൊരു ഉത്തമ ഗീതം, ഒരു നല്ല ഗീതം പാടാനുണ്ട്.